ഇനിയിപ്പോൾ ഒന്ന് കുത്തുപടമൊന്നും കാണണ്ടല്ലോ, ഇത് മതിയല്ലോ. എന്തിനാ പടം കാണുന്നത്? മൊത്തം പടവേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തിനു പടം കാണുന്നത്? അങ്ങനത്തെ അവസ്ഥയാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇനിയിപ്പോൾ എന്തിലാണെങ്കിലും ഇപ്പോൾ ഇതിനൊക്കെ അറുതി വരുത്തിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളത്തെ കുട്ടികളുടെ ഭാഗ്യം കൂടി ബാധിക്കും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. തുറന്നു കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. എന്താ ചെയ്യുക? നമ്മൾ വീട്ടിൽ പോയിട്ട് മക്കളും കുട്ടികളുടെ ഇടയിൽ ഇത് ഇങ്ങനെ കാണിക്കാൻ പറ്റും? ഇപ്പോൾ ഓരോരുത്തർ മറയ്ക്കാനുള്ള ഇതാണ് നോക്കുന്നത്. ഇവർ എങ്ങനെയും തുറന്ന് കാണിക്കാൻ പറ്റുന്നത്. ഒരാൾക്ക് മേലെ ഒരാൾ വെക്കണം എന്നുള്ളതാണ്. എനിക്ക് അതിനും വെച്ച് ലൈക്കും മില്യൺ വ്യൂസും വരണം പറഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് കാണിച്ച് ഞാൻ കൂടുതൽ കാണിക്കുമ്പോൾ വാശിയിലാണ് ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോകൾ ഒന്നോ അതല്ല, എല്ലാം ചെറിയ കുട്ടികൾ. എന്താണെന്ന് അറിയില്ല, ഇവരൊക്കെ വീട്ടുകാരൊന്നും പറയില്ല. ദൈവമേ, അതിൻ്റെ ഇടയിൽ കുറേ ഭർത്താക്കന്മാരും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇതൊക്കെ എന്താണെന്ന് അറിയാണ്ട് കാണിക്കണോ? അപ്പോൾ നാട്ടിൻപുറത്ത് എന്തായാലും നടക്കില്ല. ഇതൊന്നും നാട്ടിൻപുറത്തെ ടീമുകളല്ല. നാട്ടിൻപുറത്താണ് പറഞ്ഞു നമ്മൾ പറയണ വാക്ക് പറയണം. നമ്മുടെ നാട്ടിൽ തിരികെ എന്തെങ്കിലും കാണിച്ചാൽ തന്നെ പൊലയാട്ട് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാര് വെളിയിൽ പോയി പറയണത് എന്തെങ്കിലും കുറച്ചെന്തെങ്കിലും കേട്ടാൽ മതി, പിന്നെ ഊതി പേരിപ്പിച്ച് വലുതാക്കും. ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, തൂങ്ങിച്ചാകാലേ വഴിയുള്ളൂ, അമ്മമാരെ ആക്കി വിടും. അപ്പോൾ ഇതുപോലത്തെ കേസുകളൊന്നും നമ്മുടെ അവിടെ നടക്കില്ല. എന്നാലും ഇതൊക്കെ പിന്നെ ഈ അപ്പുറത്തും ഇപ്പുറത്തും ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ടീമുകളെ, അങ്ങനത്തെ ടീമുകൾ ഇങ്ങനത്തെ പറ്റുള്ളൂ. അല്ലാതെ കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ടീമുകൾക്കൊന്നും ഇങ്ങനെ മര്യാദകളായിട്ട് നടക്കാൻ സാധിക്കില്ല. ഉള്ളത് പറയുമ്പോൾ വിഷമം തോന്നിയിട്ട് കാര്യമില്ല. അങ്ങനെയാണ്. നമ്മുടെ അവിടെയൊന്നും ഇതുപോലത്തെ ഒരെണ്ണത്തിനെ പോലും മഷിയിട്ട് നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ വെളിയിലുള്ളത്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ നടക്കുന്ന ടീമുകളൊക്കെ എങ്ങനെയാണാവോ, എന്താണ് എനിക്ക് ഒരു പിടിയും കിട്ടില്ല. അമ്മമാർ കാണിക്കണം. ഇതിനൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നിർത്താനുള്ള പരിപാടി നോക്കണം. നിർത്താൻ നോക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കാണിക്കുന്നത് കൂടുതൽ കാണിക്കണം കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നിർത്തുകയല്ലേ? കാണുന്നവർ കാണട്ടെ, അല്ലാണ്ട് എന്താ പറയണത്? സൂഹിക്കേണ്ടവർ സൂഹിക്കട്ടെ. അല്ലാണ്ട് കുറേ പേര് സിനിമയ്ക്ക് ഇനിയിപ്പോൾ ഒന്ന് കുത്തുപടമൊന്നും കാണണ്ടല്ലോ, ഇത് മതിയല്ലോ. എന്തിനാ പടം കാണുന്നത്? മൊത്തം പടവേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തിനു പടം കാണുന്നത്? അങ്ങനത്തെ അവസ്ഥയാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇനിയിപ്പോൾ എന്തിലാണെങ്കിലും അപ്പോൾ ഇതിനൊക്കെ അറുതി വരുത്തിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് നാളത്തെ കുട്ടികളുടെ ഭാഗ്യം കൂടി ബാധിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷെക്കിൽ ചേച്ചി നല്ലത്. അവർ പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും പറയാം. പണ്ട് കാലത്ത് ഇതൊക്കെ ചെറുപ്പകാലത്ത് അവിടെ രേഷ്മ നമ്മുടെ ഷെക്കിൽ ചേച്ചിൻ്റെയൊക്കെ സിനിമകൾ വരുമ്പോൾ അപ്പന്മാർ പോയി കാണും. വലിയച്ഛനും ടീമുകളും നമ്മുടെ ഏട്ടന്മാർ പറയണൊക്കെ ഇവർ പോകുമ്പോൾ ഇവർ അപ്പുറത്തിരിക്കുന്നുണ്ടാവും. ഇവരാകെ ഈ സിനിമയിൽ തന്നെ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടാണ് തോന്നുന്നു കുറച്ചെന്തോ സീൻ കാണിക്കുക. അത് ഇത്രയും കൂടി കാണിക്കില്ല തോന്നും. ആ സീനിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് തിയേറ്ററിൽ പോയി കാണുന്നത്. ഇപ്പോൾ എന്താണ്, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ മതിയല്ലോ. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സിനിമയ്ക്ക് ഒന്നും വേണ്ട, നെറ്റിൽ റീചാർജ് ചെയ്യുന്ന ഒരു മാസം ഇരുന്ന് കാണാം. അതിന് വെച്ച് സീനാണ് ഇവർ കാണിച്ചു കൊടുക്കുന്നത്. സീൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എമ്മാർ കാണിക്കുന്നത് എന്താണെന്നൊരു പിടിയും കിട്ടണില്ല. ഇതിനൊക്കെ ഒരു അറുതി വരണം. എന്തൊക്കെയാണ് നിയന്ത്രിക്കേണ്ടത്? ഒരു കാണിക്കുന്നതിനൊരു പരിധിയില്ല. വെറുതെ അങ്ങോട്ട് കാണിക്കില്ല. ലൈക്കും ഷെയറും ഇതിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ കാണിച്ചുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ഇതിന് വെച്ച് വേറെ പണിക്ക് പോകണം നല്ലത്. നിനക്ക് ഞങ്ങളുടെ നാട്ടിൽ വേറെ പേരാ പറയുന്നത്. അതും ഒന്നും പറയില്ല, മര്യാദ കൊണ്ട് ഒന്നും പറയുന്നില്ല. എന്താ പറയുക?